കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ മാത്രമായി ഒതുങ്ങുകയാണ്. അതൊരു പുതുമയുള്ള കാഴ്ചയല്ല. സമരമുണ്ടാകുമ്പോൾ, പ്രക്ഷോഭമുണ്ടാകുമ്പോൾ, രാജ്യവ്യാപകമായ അവകാശ സമരമെന്ന് തൊഴിലാളി സംഘടനകൾ പറയുമ്പോൾ പക്ഷേ സമരം പരിപൂർണമാകുന്നത് പലപ്പോഴും കേരളത്തിൽ മാത്രമാണ്. മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നടന്നു നീങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങളുള്ളത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള യാത്രയാണ് എന്തോന്ന്. ടി എസ് ഹരീഷ് നമുക്ക് പോകേണ്ട. ഹരീഷ്, സെക്രട്ടേറിയറ്റിലേക്കാണോ മന്ത്രി ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത്? നേരെ ഫ്രണ്ടിൽ പോണേ, ലൈവ് കയറുമ്പോൾ ഹരി, മന്ത്രി നടന്നു വരുന്നത് സെക്രട്ടേറിയറ്റിലേക്കല്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി റോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഇപ്പോൾ മ്യൂസിയം ജംഗ്ഷനിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ഇപ്പോൾ വഴുതക്കാട് എത്തിയിട്ടുണ്ട്. വഴുതക്കാട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം മ്യൂസിയം ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. മ്യൂസിയം ജംഗ്ഷനിലാണ് സംഘടനകളുടെ എങ്ങനെയാണ് ഈ മന്ത്രിമാരുടെ ഇന്നത്തെ പരിപാടികൾ? ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കല്ല മന്ത്രി യാത്ര ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വഴുതക്കാട് ഭാഗം പിന്നിടുന്നുവെന്നാണല്ലോ ഹരി നൽകുന്ന വിവരം. എങ്ങനെയാണ് ഇന്നത്തെ മന്ത്രിമാരുടെ ഉൾപ്പെടെ സമരവുമായി ചേർന്നുള്ള പരിപാടികൾ? അതായത് ഇന്നിപ്പോൾ ഈ മ്യൂസിയം ജംഗ്ഷനിൽ ഒരു പ്രതിഷേധ പ്രകടനമുണ്ട്. പ്രതിഷേധ ജാഥ ആരംഭിക്കുന്നത് മ്യൂസിയം ജംഗ്ഷനിലാണ്. CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധ ജാഥ ആരംഭിക്കുന്നത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ മ്യൂസിയം ജംഗ്ഷനിൽ മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തി ആ പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം അവിടെ സംസാരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിക്കൊണ്ട് നടന്ന് ഇപ്പോൾ മ്യൂസിയം ജംഗ്ഷനിലേക്ക് അദ്ദേഹം പോകുന്നത്. ഇതിനു മുമ്പും ഈ പണിമുടക്ക് സമയത്ത് മന്ത്രി ഈ രീതിയിൽ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രീതിയിൽ നടന്നു പോയിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കാണ് പോകുന്നതെങ്കിലും അദ്ദേഹം ഈ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങി നടന്നാണ് അദ്ദേഹം മുമ്പും പണിമുടക്ക് ദിവസം പൊയ്ക്കൊണ്ടിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഈ പണിമുടക്ക് ദിവസം അദ്ദേഹം നടന്ന് നീങ്ങുന്നത്. ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇപ്പോൾ സമരകേന്ദ്രത്തിലേക്ക് നടന്നു പോവുകയാണ്. 2-2.5-3 കിലോമീറ്ററോളം ദൂരമുണ്ട്.